വിശദമായിട്ടുള്ള വോട്ട് ചേർക്കൽ പ്രക്രിയ അത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ തൃശ്ശൂർ മോഡൽ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവ് മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം, നേമമണ്ഡലം. അതാണ് BJPക്ക് ഉറപ്പായി ജയിക്കുമെന്ന് ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ. അവിടെ നേതാക്കന്മാർ ആദ്യം ഇവിടെ വീട് വാടകയ്ക്ക് എടുത്ത് താമസം ആരംഭിച്ചു. ഏതൊക്കെ നേതാക്കന്മാരെന്ന് ഞാൻ അവസരം വന്നാൽ പറയാം. ഇവിടെ ഇതിലിപ്പോൾ തിരുവനന്തപുരത്ത് 300 ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ ഈ വാർഡുകളിലായി നിയമസഭാ മണ്ഡലങ്ങൾ ഏതാണ്ട് 12,000-ലധികം ഫ്ലാറ്റുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട്. 12,000 ഫ്ലാറ്റുകൾ, 12,000-ലധികം ഫ്ലാറ്റുകളാണ് ഈ ഞാൻ പറഞ്ഞ 4 നിയമസഭാ മണ്ഡലങ്ങളിലായിട്ട് വരുന്നത്. തിരുവനന്തപുരം അത് നിയമത്തായിരിക്കും കുറച്ച് കുറവുള്ളത് ഫ്ലാറ്റിൻ്റെ കാര്യമാണ്. ഇതിവിടെ നിന്ന് നമുക്ക് ആർക്കും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏജൻസിയിൽ നിന്ന് ആർക്കും പോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടത് ഈ അടുത്ത കാലത്ത് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസമാക്കിയവരെത്രയുണ്ട്. തൃശ്ശൂർ ഇംപ്ലിമെൻ്റ് ചെയ്ത നടപ്പിലാക്കിയ അതേ രീതികളാണ് ഈ ഇവിടെ കള്ളവോട്ട് ചേർക്കുന്നതിന് വേണ്ടി BJP ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. ആരംഭിച്ചു കഴിഞ്ഞു. അത് എത്ര ശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാനും പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഈ പറയുന്ന 12,000-ലധികം വരുന്ന ഫ്ലാറ്റുകളിലാണെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏജൻസിയിൽ നിന്ന് ചെന്ന് കയറാൻ വേണ്ടി പോലും പറ്റുന്നില്ല. വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വാടക വാങ്ങിക്കൊണ്ട് പിന്നെ അവിടെ താമസിക്കണമെന്നില്ലല്ലോ. വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വോട്ടർ ലിസ്റ്റ് പേര് ചേർത്തിട്ട് പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ മാത്രം മതിയല്ലോ, അവിടെ താമസിക്കാൻ പോലും വേണ്ടല്ലോ. സുരേഷ് ഗോപി തൃശ്ശൂർ ചെയ്തതും അങ്ങനെയാണല്ലോ. അത് തന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് അവരുടെ സംസ്ഥാന നേതാക്കന്മാർ 1 ഡസൻ ആൾക്കാരെങ്കിലും ഇവിടെ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ 4 മണ്ഡലങ്ങളിലായിട്ട് വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണ് ഇപ്പോൾ. SIR അങ്ങനെ അറിയുന്നില്ല അവർ. SIR ഇപ്പോൾ ഞാനിപ്പോൾ പിന്നെ പെരുന്താനിൽ താമസിക്കുന്നു. എനിക്ക് വോട്ട് എനിക്ക് ആ താല്പര്യമുള്ള നേമത്താണ്. ഞാൻ നേമത്ത് താമസിച്ച് അവിടെ ഒരു അഡ്രസ്സിൽ വോട്ട് ചേർക്കുകയാണ്. വോട്ട് ചേർക്കുമ്പോൾ ഇത് വേണമെങ്കിൽ ക്യാൻസലാക്കി പോട്ടെ. ക്യാൻസലാക്കിയാലും എനിക്ക് നേമത്ത് വോട്ട് മതി. കാരണം നേമത്താണ് എൻ്റെ പാർട്ടി ജയിക്കാൻ വേണ്ടി പോകുന്നത്. നേമത്ത് ഒരു 5,000 വോട്ട് കുറവുണ്ടെങ്കിൽ ഒരു 10,000 പേര് അങ്ങനെ അവിടെ ചേർത്ത് വയ്ക്കുക. ചിലപ്പോൾ അത് നിയമപരമായി പരിശോധിച്ച് നോക്കുമ്പോൾ ശരിയാണ്, വോട്ട് ഒരു സ്ഥലത്ത് ചേർത്തിട്ടുണ്ട്, വോട്ട് പിന്നെ കാർഡുണ്ട്. ഇപ്പോൾ വാടകയ്ക്ക് ഒരാളിനെ ഒരു സ്ഥലത്തൊന്നും താമസിക്കാൻ പാടില്ല. ഇപ്പം മുരളീധരൻ BJPയുടെ സംസ്ഥാന നേതാവാണ്. കൊച്ചുള്ളൂരാണ് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നത്. കണ്ണൂരുകാരനാണ് അല്ലേ, കോഴിക്കോടുകാരനാണ്. താമസിക്കാൻ പാടില്ലെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ പിന്നെ വാടകയ്ക്കെടുത്താണ് താമസിക്കുന്നത്. അവർ വോട്ടും ഇങ്ങോട്ട് മാറുകയാണ്. അത് നമുക്ക് നോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പിന്നെ ഈ പറയുന്ന മണ്ഡലങ്ങളിലെ ഒരു പ്രതി എന്നുള്ള നിലയിൽ തിരുവനന്തപുരം ജില്ലയിലെ പിന്നെ മന്ത്രിസഭയിൽ നിന്നുള്ള ചുമതലക്കാരൻ എന്നുള്ള നിലയിലും പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും കൂടുതൽ ആളുടെ ഒഴിവാക്കപ്പെട്ട തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ 22%, 30% താഴെ വോട്ടുകളാണ് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ഓരോ ബൂത്ത് ലെവൽ ഓഫീസർമാരിലുണ്ടെങ്കിലും അതെല്ലാം ഒരു അവ്യക്തതയും ആകെ നമുക്ക് ഒന്നും മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇത് പിന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. അല്ല, അതൊരു ജനാധിപത്യത്തിൽ നടക്കുന്ന കള്ളക്കളിയാണ്. അത് വഞ്ചനാപരമായിട്ടുള്ള കള്ളക്കളിയാണ്. അത് പിന്നെ ശരിയായ മാർഗത്തിലല്ലാത്ത മാർഗത്തിലൂടെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള കളിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉള്ള ഒരു 71 മണ്ഡലം സെലക്ട് ചെയ്ത് എടുത്തിട്ട് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും താമസിക്കുന്നവരെല്ലാം 71 മണ്ഡലങ്ങളിലായിട്ട് കൊണ്ടുവന്ന് വോട്ട് ചേർത്തിട്ട് മത്സരം നടത്തിയാൽ മതിയല്ലോ. കിട്ടില്ല. ഭാവിയിൽ BJP അത് ചെയ്യും. കാരണം പൈസ ഉടക്കിയാൽ മതിയല്ലോ. അപ്പം 10 റുപ്യ 16 റുപ്യ വാടക കിട്ടുന്ന വീട്ടുകാർക്ക് 20,000 രൂപ വാടക കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട് കൊടുക്കാത്തത്
ഇലക്ഷൻ വരുന്നതല്ലേ പറയണം. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞയിൽ പിറ്റേ ദിവസം അവർക്ക് പോകാമല്ലോ തിരിച്ചങ്ങ്. താമസിക്കാൻ വേണ്ടല്ലോ സ്ഥിരം. 71 മണ്ഡലം അല്ലെങ്കിൽ 72 മണ്ഡലം സെലക്ട് ചെയ്താൽ മതി. ബാക്കി മണ്ഡലം അങ്ങ് വിടുക. അവിടെ നിന്നെല്ലാം ഉള്ള എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ചേർക്കുക. തൃശ്ശൂർ പരീക്ഷിച്ചു, ആ പരീക്ഷണം വിജയിച്ചു. അത് ഈ കേരളത്തിൽ ഇപ്പോൾ 4 മണ്ഡലത്തിലും കൂടെ അവർ ഏതാണ്ട് അതിനെ പൂർത്തീകരിച്ചു. ഫ്ലാറ്റാകുമ്പോൾ വളരെ എളുപ്പമാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ 12,000-ലധികം വന്ന ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ അവിടെ ഒരാൾ അത് പിന്നെ ഇവിടെ ചോദിച്ച പോലെ നിയമാനുസരണം അവിടെ ചേർക്കുക. ചേർത്തിട്ട് പിന്നെ അവിടെ വരേണ്ട കാര്യമില്ല. ഓട്ടോ ഇലക്ഷൻ ദിവസം വന്നാൽ മതിയല്ലോ. വീട്ടുടമസ്ഥർക്ക് ഇതൊന്നും അറിയില്ല. പിന്നെ മെഡിക്കൽ കോളേജ് പിന്നെ RCC ചികിത്സയ്ക്ക് വരികയാണ്, പിന്നെ ശ്രീധരയിൽ ചികിത്സയ്ക്ക് വരണമെന്ന് പറഞ്ഞല്ലേ കൊണ്ട് ചേർക്കുന്നത്. ചികിത്സയ്ക്ക് വരണവരെയും അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് ചേർക്കുന്നുണ്ട്, അവരെയും ചൂഷണം ചെയ്യുന്നുണ്ട്.